അങ്ങനെ ഇപ്പോൾ അലീനയെ വിളിക്കാൻ വേണ്ടി കൃഷ്ണമോളെ പറഞ്ഞു വിട്ടിട്ട് താഴെ അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അലീന താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അന്നത്തെ പോലെ അലീനയെ പിടിച്ച് പുറത്താക്കാം എന്നുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു അവർ വന്ന് നിൽക്കുന്നത്. അങ്ങനെ എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, ഈ പ്രശ്നം ഞങ്ങൾ തീർത്തിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. കേസാണെങ്കിൽ കേസ്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്നിങ്ങനെ വൈജയന്തിയോട് പറയുകയാണ്. പിന്നീട് രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി ഇങ്ങനെ മാമച്ചായനോടും ഗ്രേസിയമ്മയോടുമായിട്ട് പറയുന്നു, ബാലേന്ദ്രൻ സാർ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്ത് സത്യമാണ് അറിഞ്ഞത് എന്ന്. ഉടനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, വൈജയന്തി പ്രസവിച്ചതാണ് അലീനയെന്നും പ്രസവശേഷം ഉപേക്ഷിച്ചതാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ സാർ അറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഗ്രേസിയമ്മയും മാമച്ചായനും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രനെ അലീന അച്ഛ എന്ന് വിളിക്കുന്ന ആ കാര്യം അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞതുകൊണ്ടായിരിക്കണം രേവതിക്കുട്ടി ഇപ്പോൾ ഗ്രേസിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മാമച്ചായനെ ഒരു തവണയെങ്കിലും അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന്. അങ്ങനെ മനു ബാലേന്ദ്രനെ കാണാനായി എത്തിയിട്ടുണ്ട്. ബാലേന്ദ്രനും മനുവും കൂടെ സംസാരിക്കുന്നു. അങ്ങനെ ബാലേന്ദ്രൻ കുറേ കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. ശേഷം മനു പൊട്ടിക്കരയുന്നുണ്ട്. ശേഷം എന്നിട്ട് മനു അലീനയോടും വന്ന് സംസാരിക്കുന്നു.